തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ചാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഭൂരിഭാഗം തെരുവു വിളക്കുകളും കണ്ണടച്ചു. കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ തലസ്ഥാന നഗരം. ആറ്റുകാൽ വാർഡിലെ ജനങ്ങൾക്കിത് നരകയാതന. ആറ്റുകാൽ പൊങ്കാല മാലിന്യങ്ങൾ നീക്കാതെ തിരുവനന്തപുരം നഗരസഭ. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായി LDF ആയിരുന്നു തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നഗരസഭ പിടിക്കുകയുണ്ടായി. നഗരസഭ പിടിക്കുന്നതിന് മുമ്പും നഗരസഭ പിടിച്ചതിന് ശേഷവും BJP ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ഇതിൽ ചില വാഗ്ദാനങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളെ ടീമും മറ്റവരെല്ലാം ഇരുന്ന് വാർഡ് തലത്ത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. എന്താണ് 5 കൊല്ലം വാർഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നഗരത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് 5 കൊല്ലം ചെയ്യേണ്ടത്, ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ ഒപ്പം അവരുടെ അഭിപ്രായം എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന്റെ പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇവിടെ വന്ന് അത് ബ്ലൂ പ്രിന്റിനെ കുറിച്ചും വാഗ്ദാനങ്ങളെ കുറിച്ചും മേയർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഈ ബ്ലൂ പ്രിന്റ് എന്നുള്ള വാക്കോ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മേയർ എന്നുള്ള നിലയ്ക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലൂ പ്രിന്റ് എവിടെ ബ്ലൂ പ്രിന്റ്, ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. 2, പ്രധാനമന്ത്രി വന്ന് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നുവെന്നും ഞാൻ ഒരിടത്ത് മേയർ എന്നുള്ള നിലയ്ക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ മലമറിക്കുമെന്ന് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ചെയ്ത് കാണിക്കുവാനാണ് വിഷമം. തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ മറിച്ചൊന്നല്ല സംഭവിച്ചത്. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിടേണ്ടി വന്നിരുന്നു. ആര്യ രാജേന്ദ്രനെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും നിരന്തരമായി ആക്രമിച്ചിരുന്നു. എങ്കിലും അവർ ഭരണം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഭരണം മാറി ഇപ്പോൾ BJP വന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJP വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുടിവെള്ളക്ഷാമത്തിനും തെരുവു വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനും പിന്നാലെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് തലവേദനയായി മാലിന്യ പ്രശ്നവും. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞതോടെ നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പ്രശ്നത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് നഗരവാസികളുടെ ആവശ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നിട്ട് 4 മാസം പിന്നിട്ടു. മേയറുടെയും പുതിയ ഭരണസമിതിയുടെയും അവകാശവാദങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം തലസ്ഥാനത്തെ പലയിടങ്ങളിലെയും കാഴ്ച ഇങ്ങനെയാണ്. വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യ ശേഖരണം പാളിയതാണ് നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. എന്താണല്ലേ, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുവാനും വിമർശിക്കുവാനും വളരെ എളുപ്പമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനാണ് ബുദ്ധിമുട്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു തുടങ്ങിയപ്പോൾ BJPക്ക് പണി പാളിയെന്ന് മനസ്സിലായി. ഇനി ജനങ്ങളോടാണ്. ഭരണം എന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അതിന് കഴിവ് വേണം, പ്രാഗൽഭ്യം വേണം. കഴിവും പ്രാഗൽഭ്യവും ഒന്നുമില്ലാത്തവര് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ ഇതാണ്. അഖില ജനത മുന്നേറാൻ സമത